പ്രിയമുള്ളവരെ, ഏവർക്കും സെയ്ദ് അരീക്കോട് യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം. നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പുത്തളത്തുകാരുടെ, അരീക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട അരിക്കാക്കയാണ്. അരീക്കോടിൻ്റെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സമാനതകളില്ലാത്ത മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അരിക്കാക്കയുടെ ഒരു പുതിയ പ്രവർത്തനത്തിൻ്റെ വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. പുത്തലം മിനി സ്റ്റേഡിയം ഭാഗത്ത് വെള്ളക്കെട്ട് ഇല്ലാതാക്കാൻ വേണ്ടി അരിക്കാക്കയുടെ ഒരു ഒറ്റയാൻ പോരാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ പുത്തലം മിനി സ്റ്റേഡിയത്തിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന മാൻഹോള് പ്ലാസ്റ്റിക് കൊണ്ടും അതുപോലെ ചെളിവെള്ളം കൊണ്ടും നിറഞ്ഞിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ മഴ തുടങ്ങിയ സമയത്ത് ഇതുമൂലം വെള്ളം മാൻഹോളിനടുത്ത് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. മാൻഹോളിന് ചുറ്റും ധാരാളം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഈ എല്ലാ തടസ്സവും മാറ്റി പുഴയിലേക്ക് വെള്ളം ഒഴുകി പോകാൻ വഴിയൊരുക്കിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അരിക്കാക്ക. ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഈ പ്രവർത്തനമൊക്കെ ചെയ്യുന്നത്. നോക്കൂ, എത്രമാത്രം കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു വലിയൊരു വിപത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പുത്തലം ഖബർസ്ഥാൻ വഴി പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗത്തും ഇതുപോലെ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് ധാരാളം പ്രയാസമുണ്ടായിരുന്നു. ഇവയും അലിക്കാക്ക എടുത്തു മാറ്റി. അങ്ങനെ മാൻഹോളിലേക്ക് തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ മുഴുവൻ ഒന്ന് കാണുക, ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. നമുക്കൊക്കെ പലപ്പോഴും നിസ്സാരമായിട്ടൊക്കെ തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷേ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അദ്ദേഹം ആ മാൻഹോളിന് ചുറ്റും ആ വെള്ളക്കെട്ടിൻ്റെ മുകളിൽ നിറയെ വള്ളിപ്പടർപ്പുകളും മറ്റ് ചവറുകളും ഒക്കെ ആയിട്ട് കിടന്ന് മൂടിക്കിടക്കുകയാണ്. ആ ഒരു സംഭവത്തെയാണ് അദ്ദേഹം നോക്കൂ, കത്തിയും കൈക്കോട്ടൊക്കെ എടുത്തിട്ട് ആ വള്ളിപ്പടർപ്പുകളൊക്കെ വെട്ടി മാറ്റി അതിനകത്തുണ്ടായിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ചവറുകളും എല്ലാം തന്നെ എടുത്തുകൊണ്ട് അദ്ദേഹം അത് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യന് നമുക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റാൻ ആവശ്യമായിട്ടുള്ള മാർഗ തടസ്സങ്ങൾ നിൽക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഇന്ന് ഒരു വേനൽക്കാലം കഴിഞ്ഞൊരു മഴ പെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും അരീക്കോടുള്ള ഓടകൾ മുഴുവൻ നിറഞ്ഞ് ആ റോഡിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്ന അവസ്ഥയാണ്. ഇതിന് പ്രധാന കാരണം വർദ്ധിച്ചു വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. നമുക്ക് എത്ര ബോധവൽക്കരണങ്ങൾ കിട്ടിയിട്ടും പഞ്ചായത്തിൽ നിന്നും അതിന് ഹരിതകർമ്മസേന എന്ന പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തിയിട്ടും നമ്മളിൽ പലരും അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പലപ്പോഴും അലക്ഷ്യമായിട്ട് ഇതുപോലെ ഈ ഓടകളിൽ ഡ്രൈനേജുകളിലൊക്കെ കൊണ്ട് തള്ളുന്നതിൻ്റെ ഫലമായിട്ടാണ് ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകും. അതുപോലെ മഴ കനത്ത് വരുമ്പോഴത്തേക്ക് മൊത്തം നമ്മുടെ റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന ഒരവസ്ഥയാണ്. അതുമാത്രമല്ല, സമീപ പ്രദേശത്തുള്ള വീടുകളിലെ മുറ്റങ്ങളിലൊക്കെ ഈ ചളിവെള്ളം, വൃത്തികെട്ട വെള്ളം വന്ന് കയറി കെട്ടിക്കിടന്ന് അത് പലവിധ അസുഖങ്ങൾക്കും കാരണമാക്കാം. ഇതൊരു നിത്യ സംഭവമാണ്. അപ്പം നമ്മൾ ഒരു പ്രദേശത്തുള്ള കുറച്ച് പേരെങ്കിലും ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു സേവനം തന്നെയായിരിക്കും അത്. നമ്മുടെ മനസ്സുകളൊക്കെ അതിലേക്കൊന്ന് തിരിച്ചുവിടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ അദ്ദേഹം കാഴ്ചവെക്കുന്നത്. പലപ്പോഴും അദ്ദേഹം പറയാറുള്ളത് പോലെ ഇത് ജനങ്ങൾ അറിയട്ടെ, ജനങ്ങളിത് അറിഞ്ഞിട്ട് ജനങ്ങളും ഇതുപോലെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാലോ, പിന്നെ തുച്ഛമായ വരുമാനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഉള്ള സമയം അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ പണവും ചെലവാക്കിയിട്ടാണ് ചില സമയത്തൊക്കെ അദ്ദേഹം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. നമ്മുടെ
പ്രദേശത്തുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളെ ഇപ്പോൾ പലപ്പോഴും അലിക്കാക്കയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാവാറുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ആളുകൾക്ക് മാർഗതടസ്സങ്ങൾ നീക്കുക, അപകടങ്ങൾ ഒഴിവാക്കുക, ജീവൻ രക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഡ്രൈനേജിൻ്റെ ഒക്കെ മുകളിൽ ഉള്ള പിന്നെ സ്ലാബുകൾ, മാറിപ്പോയ സ്ലാബുകൾ, വണ്ടിയൊക്കെ തട്ടിയിട്ട് പല രീതിയിലൊക്കെ മാറിക്കിടക്കുന്ന സ്ലാബുകൾ പുനഃസ്ഥാപിക്കുക, അവിടെ തന്നെ പുനഃസ്ഥാപിക്കുക. അതുപോലെ തന്നെ റോഡുകളെ കുണ്ടും കുഴികളൊക്കെ അടയ്ക്കുക. അതുപോലെ ഈ ഫുട്പാത്തിലുള്ള വണ്ടിപ്പടർപ്പുകൾ, കാൽനട യാത്രക്കാർക്ക് ഭീഷണിയായിട്ടുള്ള വണ്ടിപ്പടർപ്പുകൾ എല്ലാം വെട്ടിമാറ്റുക. കാൽനട യാത്രക്കാരുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇപ്പം എല്ലാവരും മിക്കവാറും ആളുകൾക്ക് വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്, കാറിലായിട്ടും ബൈക്കിലായിട്ടും മറ്റു രീതിയിൽ ഓട്ടോറിക്ഷയിലൊക്കെ ആയിട്ട്. പക്ഷേ ഒരുപാട് ആളുകൾ ഈ കാൽനട യാത്രക്കാരുണ്ട്. അത് പലപ്പോഴും പ്രായമുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഈ വാഹനത്തിൽ കയറി തന്നെ സഞ്ചരിച്ചിട്ട് നമ്മളെ വ്യായാമം കിട്ടാതെ പോകേണ്ട ആളുകളൊക്കെ നടക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഫുട്പാത്തിൽ കൂടി നടന്നു പോകാറുണ്ട്, പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളൊക്കെ. അതുപോലെ തന്നെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവർ ഒക്കെ ഇങ്ങനെ ഈ കാൽനട യാത്രക്കാരാണ്. ഇവരുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ആരും ഗൗനിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ഈ ഫുട്പാത്തുകളിൽ വള്ളിപ്പടർപ്പുകൾ കയറിയിട്ട് പടർന്ന് കയറിയിട്ട് അതിൽ കൂടി യാത്ര ചെയ്യാൻ, നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ കുട്ടികളടക്കം സ്ത്രീകളടക്കം പ്രായമുള്ളവരടക്കം ചിലപ്പോൾ റൂട്ടിൽ ഇറങ്ങിയിട്ട് വേണം പിന്നീട് പിന്നെ യാത്ര ചെയ്യാൻ. അപ്പോൾ ഈ ചീറിപ്പാഞ്ഞ് വരുന്ന വാഹനങ്ങൾക്ക് ഇടയിൽ കൂടിയാണ് അവരുടെ ഈ കാൽനട യാത്ര എന്ന് പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയുണ്ട്. ഈ നമ്മുടെ ഫുട്പാത്തുകളിൽ ഈ ഷോപ്പിംഗ് ആവശ്യത്തിന് വേണ്ടിയിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യുക. ശരിക്കും വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതും വലിയൊരു മാർഗ്ഗതടസ്സമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടി കഴിയും. അപ്പം അത്തരത്തിലുള്ള ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിലെല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം കൂടി ആണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ പാഠം എന്ന് പറയുന്നത്. സമൂഹത്തിന് അദ്ദേഹത്തിന് നൽകാനുള്ള സന്ദേശം അതിനാണ്. പലപ്പോഴും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇത് ജനങ്ങൾ അറിയട്ടെ, ഇത് ഒരു 10 പേരെങ്കിലും ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടട്ടെ. നല്ല കാര്യമല്ലേ, നന്മയല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. പലപ്പോഴും ഞാൻ അലിക്കാക്കയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സംവദിക്കാരുടെ അഭിമുഖം നടത്താറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരെ ഷെയർ ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം സന്ദേശങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ സന്ദേശം കൊണ്ട് 10 പേരെങ്കിലും മനസ്സ് മാറി നല്ല പ്രവർത്തനം ചെയ്താൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടും. പത്രത്തിൽ നമ്മളെല്ലാവരും ഒന്ന് അലിക്കാക്കയുടെ ഇത്തരം പ്രവർത്തനങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലെ ജനോപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.